Once again, welcome back to my channel. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകളും അതിനോട് അനുബന്ധിച്ചുള്ള പ്രൊജക്റ്റുകളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ടെക്നോളജിയുടെ പ്രൊഡക്റ്റുകളും മെറ്റാവേഴ്സയും അതുപോലെ പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടൊക്കെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. മൈഗ്രേറ്റ് ആയി വന്ന btsmart.ai-ൽ നമുക്ക് എങ്ങനെയാണ് BNB ആഡ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോയുടെ ഡെമോൺസ്ട്രേഷനാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ btsmart.ai നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. മെയിൻ പേജ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ മെയിൻ ബാലൻസ് ഉണ്ടാവും, ടോട്ടൽ ഡിപ്പോസിറ്റ് ഉണ്ടാവും, ടോട്ടൽ വിഡ്രോവൽ ഉണ്ടാവും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സും അന്ന് നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഏറ്റവും മുകളിലേക്ക് വന്ന് നമ്മുടെ പ്രോപ്പർട്ടി ബാറിലെ മെനു ഒന്ന് ഞെക്കുമ്പോൾ ആ 3 ഡോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ ഡാഷ്ബോർഡ്, ടേക്കിംഗ് റിവാർഡ്, ട്രാൻസാക്ഷൻ, അതിൽ വാലറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. അവിടെ മെയിൻ ബാലൻസ് ഉണ്ടാവും, ഡിപ്പോസിറ്റ് വാലറ്റ് ഉണ്ടാവും, വിഡ്രോവൽ വാലറ്റ് ഉണ്ടാവും, റോയൽറ്റി വാലറ്റ്, അങ്ങനെ വിവിധ തരത്തിലുള്ള വാലറ്റുകളും അതിലെ ബാലൻസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വരും. അവിടെ ഡിപ്പോസിറ്റിൻ്റെ അവിടെ താഴത്ത് QR കോഡും ആ QR കോഡിനോട് ചേർന്ന് തന്നെ ഡിപ്പോസിറ്റ് അഡ്രസ്സും കാണും. ഓക്കെ, ഡിപ്പോസിറ്റ് അഡ്രസ്സ് അവിടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. റീഫ്രഷ് ചെയ്യുന്നതാണത്. റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാലറ്റ് അഡ്രസ്സ്. ഇതാണ് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ്. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇവിടെ മുകളിൽ കാണാൻ നിങ്ങൾക്ക് BNB 0 ആണ് നമുക്ക് വേണ്ടത്. 0017 BNB ആണ് മിനിമം നമുക്ക് വേണ്ടത്. അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് 0 കാണാം. നിങ്ങൾ ഈ കോപ്പി ചെയ്ത അഡ്രസ്സ് വേണം നിങ്ങളുടെ ലീഡർക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് BNB ആരാണ് അയച്ചു തരുന്നത് ആ വ്യക്തിക്കോ അയച്ചു കൊടുക്കേണ്ടത്. അവർ ചോദിക്കും, നിങ്ങളുടെ റിസീവ് അഡ്രസ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. എന്നിട്ട് നമുക്ക് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോവാം. ട്രസ്റ്റ് വാലറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് BNBയുടെ ആ ഒരു കോയിൻ കിടക്കുന്ന അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാലൻസ് BNB കാണാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വന്ന നമ്മുടെ റിസീവ് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകത്തില്ല. ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും BNB നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ വെക്കണം, ഗ്യാസ് ഫീസായിട്ട് പിടിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 40 ഉള്ളത് ഒരു 39 ആക്കി കൊടുക്കുകയാണ്. എനിക്ക് മൊത്തം ടോട്ടൽ ഇതിനകത്ത് ബാലൻസ് 0040 ആയിരുന്നു. ഞാനതിനെ 40 മാറ്റി 39 ആക്കി കൊടുക്കുന്നു. 39 ആക്കി കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്രൂവൽ ചോദിക്കും, സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ചോദിക്കും. ഇതൊക്കെ നമ്മൾ ആ കടമ്പകളൊക്കെ കടന്ന് നമ്മുടെ പാസ്വേഡും ഒക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇവിടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതല്ല എങ്കിൽ BNBയുടെ ആ കോയിൻസിൻ്റെ അവിടെ വീണ്ടും നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ട്രാൻസാക്ഷൻ കാണാൻ പറ്റുമ്പോൾ ജസ്റ്റ് പെൻഡിങ് ആണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കൊടുക്കുക. മോർ ഡീറ്റെയിൽസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ സക്സസ് ആണോ എന്ന് BC സ്കാനിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ട്രാൻസാക്ഷൻ സക്സസ് നമ്മുടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് എന്നുള്ളത് മാറി കംപ്ലീറ്റ് എന്നാവും. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരു 1-2 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് btsmart-ൽ എത്തിയിട്ടുണ്ടാവും. നോക്കൂ, 0.0039 BNB എനിക്കിവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, കണ്ടോ. വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ btsmart.ai-ലേക്ക് ആ BNB എത്തിച്ചേരും. കാരണം ഇത് ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ്, ഡീസെൻട്രലൈസ്ഡ് തന്നെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ എന്തിനാണ് BNB ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ BNB ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ. BNB ലോഡ് ചെയ്ത ശേഷം നമ്മൾ വിഡ്രോവൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എമൗണ്ട് എത്രയാണ് അടിക്കുക, ഏത് വാലറ്റ് അഡ്രസ്സ്, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ
നിങ്ങൾ കൊടുത്തിരിക്കുന്ന ട്രസ്റ്റ് വാളറ്റിൻ്റെ അഡ്രസ്സ് വേണം കൊടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രൊഫൈലിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രസ്റ്റ് വാളറ്റിൻ്റെ അഡ്രസ്സ് വേണം നിങ്ങൾ കൊടുക്കാൻ. അത് കൊടുത്തു, കോയിൻ കൊടുത്തു, വാലറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് OTP കൊടുത്താൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിലേക്ക് OTP വരികയും കോയിൻ ട്രാൻസ്ഫർ ആയി നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഇൻഫർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ യഥാസമയം എത്തുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.